പോലെയുള്ള ഭൂമി. ഏതായാലും സ്ഥലഭാരമാണ്. ഹാറ്റ്സ് ഓഫ്. അടിപൊളി വ്യൂ. നമ്മ ഇത്ര നടന്ന ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ പോകാൻ പോകുന്നത് ഇല്ലിക്കൽ കല്ലോട്ടാണ്. ഇല്ലിക്കൽ കല്ല് എന്ന് പറയുമ്പോൾ കോട്ടയത്തെ, അതായത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്സ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പീക്കിലെ ഇല്ലിക്കൽ മല എന്ന് പറഞ്ഞ മലയിലെ ഏറ്റവും വലിയൊരു കല്ലാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം അടർന്നു പോയെന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ, ഇപ്പോൾ ഞാൻ എറണാകുളം ഒരു ചിറ്റൂർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ആലുവ ഭാഗത്തേക്ക് പോകണം. അവിടെ നിന്ന് കൂട്ടുകാരനെ പിക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അവിടെ നിന്ന് പിന്നെ നമ്മുടെ സ്പോട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയ രീതിയിൽ പോകാൻ നോക്കണം. അപ്പോൾ കൂട്ടുകാരനെ ആലുവയിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലോട്ട്. ദൈവമേ, മിന്നലടിക്കണ്ടല്ലോ ഇത്ര. ഓ ദൈവമേ, മിന്നലടിക്കണ്ടല്ലോ ഗായ്സ്. ഇത്ര നാളില്ലാത്തൊരു മിന്നലും മഴ ട്രിപ്പ് പോണ ദിവസം വന്നേക്കണം. ഇതിനാണെങ്കിൽ നമുക്ക് അപശകുനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മഴ നമ്മളെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ആളിലോട്ട് വെച്ച് പിടിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു യാത്രയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ യാത്ര, അതായത് കാറ്റാടിക്കടവിലേക്കുള്ള യാത്ര, നമ്മൾ സ്ക്വാഡായിട്ടാണ് പോയത്, 4 പേരായിട്ടാണ് പോയത്. പക്ഷേ ഇത് ഡ്യൂ ആയിട്ടാണ് പോയത്, ഞാനും പിന്നെ എൻ്റെ കൂട്ടുകാരനും. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കളമശ്ശേരി കഴിഞ്ഞു ആലുവ എത്താറായി. നമ്മൾ ഈ റോഡ് കാണാൻ പ്രത്യേക രസമുണ്ട്. മെട്രോൻ്റെ പില്ലറും ആ ലൈറ്റ്സും എല്ലാം നല്ല രസമാണ്. ഈ സമയം കണ്ട തോന്നിട്ടാ, ഇപ്പൊ 3:30 മണിയാണെന്ന്. എന്നാലും അത്യാവശ്യം അനക്കമൊക്കെ ഉണ്ട് റോഡില്. ഒരു 2 മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ സ്പോട്ട്. മോനെ വിട്ടുകൊടുക്ക ഇനി. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഇപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഇനി പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് റൈറ്റാണ് എടുക്കാനുള്ളത്, ഈ റൈറ്റ്. ഇനി നമുക്ക് 70 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഏകദേശം മാപ്പിൻ്റെ ഇത് പ്രകാരം 1:47 മിനിറ്റാണ്. ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാം. ഭയങ്കര തണുപ്പ്, ചായ കുടിക്കാം. അടിപൊളി. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി. ഈരാറ്റുപേട്ട മുട്ടം റോഡ്. ഓക്കെ, ഇപ്പൊ ടൈം എന്ന് പറയണത് 6:12 ആയിട്ടുണ്ട്. നമുക്ക് എത്ര പെട്ടെന്ന് സൺറൈസ് കാണുന്ന ഒരു പരിപാടി ഒപ്പിക്കണം. അതായത് ഇല്ലിക്കൽ കല്ല് തുറക്കുമ്പോൾ ഏകദേശം 8 മണി കഴിയും. അപ്പോൾ നമുക്ക് ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു മല സെറ്റപ്പ് നമുക്ക് എവിടെയെങ്കിലും കണ്ടെത്തണം, എന്നാലേ ആ സൺറൈസ് കിട്ടുള്ളൂ. നോക്കാം എന്തായാലും. ഇപ്പം നേരെ അത്യാവശ്യം വെളുത്തു തന്നെയുണ്ട്. സൺറൈസ് നല്ലൊരു സീനറി കിട്ടിയ അടിപൊളി. അതിനെക്കാട്ട് ഹൈലൈറ്റ് നല്ല വിറവലി തണുപ്പുണ്ട്. ഇത്ര നേരം നല്ല അടിപ്പൻ റോഡായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഓഫ് റോഡ് വെർഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മ മലമുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു 1.5 വഴിയാണ് മോനെ. അടിപൊളി വ്യൂ. ഗൈസ്, ഇത് സെന്റ് ജെയിംസ് CSI ചർച്ച്, 3 വെള്ളാറ, കോട്ടയം. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയുണ്ടല്ലോ, ഒരു ശീല സെറ്റപ്പ്. ഈ സിനിമകളുടെ കാണുന്ന പ്രത്യേകതരം പള്ളി വരുന്നുണ്ട്. വർണ്ണിക്കാൻ വാക്കുകളില്ല, അമ്മാതിരി സ്ഥലം. മോനെ, ഹബീബി, come to Illikkal kallu.
എൻ്റെ പൊന്നെ സെറ്റപ്പ് സ്ഥലം. ഒരു ശീല ഇവിടെ ആരും പള്ളിയിൽ ആരും ഇല്ല ഇവിടെ. സെറ്റപ്പ്. അത് കണ്ടടാ ആ ഒരു മേഘം മാത്രം പോണ നോക്കി. സ്പോഞ്ച് കട്ട പോലെ പോണം. ആ കിട്ടേണ്ടതാണ്. അത് ശരിയാ. ഇനി സൺറൈസിനുള്ള പരിപാടി നോക്കണം. ഗായ്സ് സത്യം പറഞ്ഞാല ഒരു രക്ഷയാത്ത സ്ഥലം, ഒരു രക്ഷയാത്ത സ്ഥലം. സർഫേസും എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലം. എനിക്ക് ആകെ ഒരു എന്താ പറയുക, മനസ്സിലൊരു പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുത്തിയേക്കണ മൈക്ക് എത്രത്തോളം സൗണ്ട് ക്യാച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ വേറെ സംഭവം വെച്ചാൽ സൺറൈസ് ഞാൻ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞോന്നും മനസ്സിലാവാനുള്ള, തുടങ്ങിയൊന്നും മനസ്സിലാവാനുള്ള ഒട്ടും മനസ്സിലാത്ത അവസ്ഥയാണ്. അവിടെ കുറച്ച് ഒരു റെഡിഷ് കളറിൽ കാണുന്ന കാരണം ഞാൻ അവിടെ ഫോൺ ഫാസ്റ്റ് ഫോർവേഡിങ് വെച്ചിട്ടുണ്ട്. പറ്റിയ നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ വെച്ചാണ്. ഉപകാരം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഈസ്റ്റ് ഡയറക്ഷനിൽ ഉദിക്കുന്ന രീതിയിലാണ് കേട്ടേക്കണത്. അപ്പോൾ ഈസ്റ്റ് അതാണ്, പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടോട്ടലി. പക്ഷെ സൺറൈസ് കിട്ടിയില്ലെങ്കിലും ലുക്ക് മാറി കൊണ്ടത് കണ്ട. അവിടെയൊക്കെ നല്ല കോടവും അടിപൊളി സ്ഥലമാണ്. വെറുതെ ഓൺ എന്ത് പറയാൻ, മാരകം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സംഭവങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഇല്ലിക്കല്ലിലോട്ട് പോകാം. 8 മണിക്ക് തുറക്കും. അപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഏതായാലും സ്ഥലം ഭാരമാണ്. ഹാറ്റ്സ് ഓഫ്. ടാസ്ക് വഴി അങ്ങനെ നമ്മൾ എത്താറായി. അതാണ് ഇല്ലിക്കൽ കല്ല്. ഡെസ്റ്റിനേഷൻ ഈസ് ഗോയിങ് ടു അറൈവ് മാൻ. എന്താ ഇറക്കമുള്ളത്? റൈറ്റ് ആണോ അല്ലെങ്കിൽ എങ്ങാടാണ്? അങ്ങാട് വാഗമൺ 28 കിലോമീറ്റർ. ഇവിടെ വെക്കാം. ടൈം എത്രടാ? 7:15. എൻട്രൻസ് സ്പ്ലെൻഡർ. അപകട സാധ്യത മേഖല സൂക്ഷിക്കുക. ഗൈസ് സത്യം പറയാല എനിക്ക് തീരെ ഇഷ്ടത്തിന് എപ്പോഴാണ് ഈ മൊബൈലിൽ വ്ളോഗ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പം ഞാൻ ചെയ്തേക്കണത് മൈക്ക് ഹെൽമെറ്റിന് ഉള്ളിൽ വെച്ചേക്കണത്. കാരണം മൈൻഡ് വോയിസ് എന്താണ് ആ രീതിയിലേക്ക് പറയാൻ പറ്റും. മറ്റേന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ വോയിസ് എടുത്ത് പറയണം, എന്തായാലും ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യണമല്ലേ. ഇതാകുമ്പോൾ സ്വന്തം അഭിപ്രായം വെറുതെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പറയാം. അതതിൻ്റെ സുഖം. ഇപ്പം ഓരോ വളവ് കഴിയുന്തോറും ഭംഗി കൂടി കൂടി തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ലാഗ് തോന്നുന്നുണ്ടാവും, പക്ഷേ മരണമാസമായിട്ട് വേണം. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടിട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ തുടക്കത്തിൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞേക്കാം. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, തന്നെ മലയാളം പക്ക മലയാളം ചാനലാണ്. വേണ്ട ഭംഗി കൂടിക്കൂടിയ തന്നെ. ഇത്ര നേരം ഞാൻ ക്യാമറ ചാർജ് ചെയ്യാൻ വെച്ചേക്കണേന്നു.
അതാണ് അതിൻ്റെ ടോപ്പിലാണ് നമുക്ക് പോകാനുള്ളത്. അയ്യോ, തളർന്നിട്ടില്ല, എന്നാലും ചെറിയൊരു കതപ്പ്. നമ്മൾ ഉദ്ദേശിച്ച അത്ര കോട വന്നിട്ടില്ല, എന്നാലും സീനില്ല, വെയിലുണ്ട്. മിക്കവാറും അതായിരിക്കണം പീക്ക്. ഇല്ലിക്കൽ മല ആണ് ഈ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഏറ്റവും വലിയ പീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അയ്യോ, മാരകം. കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ടോപ്പിൽ എത്തിയവരല്ല. പക്ഷേ ഒരു ചേട്ടൻ പറയണ്ടായിരുന്നു അത്യാവശ്യം നടപ്പുണ്ടെന്ന്. നോക്കാം, അവിടെ ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിലല്ലേ, കയ്യൊക്കെയുള്ള സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അയ്യോ, പറഞ്ഞ ആ വാക്കിൻ്റെ വില കളയും. എന്തിനാണെന്നറിയോ, വേറെ ലെവല് സ്ഥലം. നമ്മൾ ഇവിടത്തേന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയായിരുന്നു, കാറ്റാടിക്കടവ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തിനല്ല, ആ പേര് ഏറ്റവും കൂടുതൽ യോജിക്കണ ഈ സ്ഥലത്തിനാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം എത്രത്തോളം കാറ്റടിക്കണ്ടെന്ന്. ഞങ്ങൾ ഓരോ റൗണ്ട് കൂടുന്തോറും കാറ്റ് കൂടിയാണ് വരുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. ഇതേ ഡയലോഗ് ഇനി മോളിൽ ചെല്ലുമ്പോഴും ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിങ്ങളെ ഞാൻ മിക്കവാറും ഇത് പറഞ്ഞ് വെറുപ്പിക്കും ഞാൻ. ഗായ്സ്, ഇവിടെ കണ്ട എന്തോരം കുപ്പിയാണ് കൂമ്പാരമൊക്കെ ഇട്ടേക്കണത്. അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി ഹാൻഡ് റെയിലിൽ കയറാം. ഇവിടെയൊക്കെ എൻട്രൻസിൻ്റെ ഇതിൽ നല്ലോണം സെറ്റപ്പാക്കി കിട്ടുന്നുണ്ട്. ഇനി ഇതിനാണോ പൈസ അടിക്കണ അറിയാൻ പാടില്ല. ഈ മലനിര കാണുമ്പോൾ എനിക്ക് കണ്ണന്തേവൻ്റെ പരസ്യം ഓർമ്മ തന്നെ. ഈ ടവർ എന്തിനാ വെച്ചേക്കണെന്നൊരു ഐഡിയ ഉണ്ടോ? ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഈ സംഭവങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം പൈസ ടിക്കറ്റായിട്ട് വാങ്ങണത്. വീഡിയോഗ്രാഫിക്കും ആയിരിക്കാം. ജസ്റ്റ് രൂപം. അടിപൊളി. നമ്മ ഇത്ര നടന്ന, ഇനി നമുക്ക് അങ്ങാടി കിടക്കണം. എൻ്റെ തോന്നലാണോ അല്ലെങ്കിൽ വല്ല സാമ്യം ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് ഈ ലുക്ക് കാണുമ്പോൾ, അതായത് ഈ സ്റ്റെയർ കേസില്ലേ, ഈ ഹാൻഡ് റെയിലും വെക്കണ ലുക്ക് കാണുമ്പോൾ ചൈന വോൾ ഓർമ്മ തന്നെ, ഗ്രേറ്റ് വാൾ ഓർമ്മ തന്നെയുണ്ട്. മാച്ചിങ് ഉണ്ടാണാവോ? കോടയാണ് പ്രതീക്ഷിച്ചത്, അതുകൊണ്ട് ഇത്രയും വെളുപ്പിന് വന്നത്. കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, പക്ഷേ കിട്ടിയത് വെയിലായി പോയി. സീസണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. എൻ്റെ മണ്ണ. എന്തായാലും ഓരോ തവണ ഹൈറ്റ് കൂടുന്നവരും ഭംഗി കൂടുന്നുണ്ട്. ഇപ്പോഴാണ് തോന്നുന്നത് സ്റ്റെയർ കേസ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ശരിയായ വഴി എന്നാവോ? ഓരോ ഹൈറ്റ് കൂടുന്നവരും ഭംഗി കൂടുമ്പോൾ എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നും. അത് നിങ്ങൾക്ക് ലാഗായിട്ടും തോന്നും. മതിയാവും. ഒരു കാര്യം ചെയ്യുക, എല്ലാം കഴിഞ്ഞ് മോളിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച അങ്ങാടേക്ക് പോകാൻ പറ്റുമെന്ന്. ഇതാണിപ്പോൾ ടോപ്പ് വ്യൂ. ഇവിടെ ഫോട്ടോസ് എടുക്കണൊക്കെ അങ്ങാട് വിട്ടതിൽ കാര്യമില്ല.
അവർ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പം അതാണ് ഇല്ലിക്കലിൻ്റെ അവസാനത്തെ സംഭവം. അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രവേശനമൊന്നുമില്ല. ഓക്കെ, നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇനിയും 1-2 സ്ഥലങ്ങൾ കയറാനുണ്ട്. അതായത് ഇല്ലിക്കൽ കല്ല് വന്നാൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട 2 സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് അമ്മൻ പറഞ്ഞത്, കൂട്ടുകാരൻ പറഞ്ഞത്. നോക്കാം. ഇവിടെയും കുമ്പരം. അങ്ങനെ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലെ മൊത്തം സംഭവങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഇലവിഴാപ്പൂഞ്ചിറയിലേക്ക് വിടാം. ഈ സീൻസ് ഒന്നും നമുക്ക് വെളുപ്പിനൊന്നും ഇപ്പോൾ കാണാൻ പറ്റിയില്ല. ഇലവിഴാപ്പൂഞ്ചിറ ഇവിടെ നിന്ന് 7 കിലോമീറ്റർ. അതെ, നല്ല റോഡ്. എന്നാലും ഇതെന്ത് റോഡാ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോണ സ്പോട്ടാണിത്. മനുഷ്യവാസമല്ലാതാക്കി കളന്നല്ല, പാറയൊക്കെ പൊട്ടിച്ച്. ഈ റൈറ്റ് ആണോ? ഇതാണോ വെയിറ്റിംഗ് ഷെഡ്? റൈറ്റ് അത് മാത്രമേ ഉള്ളൂ, പള്ളി കഴിഞ്ഞ്. എൻ്റെ പാടെ ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഇത്രയും നല്ല മാരകമായ വഴിക്കൂടി പോണ. ഇലവിഴാപ്പൂഞ്ചിറക്കുള്ള വഴി നേരെയാണ്. കൊള്ളാല്ലേ? ആ കൊടുത്തില്ലേ? പിന്നെ ഓഫ് റോഡ് തുറന്നാലായിട്ട് ഡോർ തുറന്നല്ലേ? എൻ്റെ മുന്നോ 11 മണി ഓടിക്കോ. ആ അയ്യോ, ആ ഹിമാലയൻ അവർ ഓഫ് റോഡ് കയറ്റിയതാണെങ്കിൽ അവർക്കൊരു അവാർഡ് കൊടുക്കണം. പക്ഷെ അത് കൊണ്ടുവരാനും വേണ്ട കഴിവ്. റേഞ്ച് ചാൻസ് ഇല്ല. ഇല്ല, അവിടെ ഒരു വെള്ളം. എന്നാലും എന്താ സംഭവം? കാട്ടുതീ പോലെ കരിയാ. എനിക്ക് ഈ സ്ഥലം കാണുമ്പോണ്ടല്ല മറ്റേ സ്റ്റാർസ് ഓർമ്മ വരും. നീ ഇപ്പൊ എവിടെ ഉണ്ട്? നമ്മുടെ ഈ ഭൂമിയിലേക്ക് തന്നെ ഉണ്ടെന്നേ. ചുരുക്കത്തെ എവിടെ വെച്ചാൽ എനിക്കത് അറിയാൻ പാടില്ല. എല്ലാം കൂടി ഒറ്റ ക്യാപ്സ്യൂളാക്കി വെച്ചേക്കണോലുണ്ട്. പക്ഷെ എൻ്റെ പൊന്നോ,
നമ്മുടെ ഭൂമി തന്നെയാണ്. അയ്യോ पिक्चर अभी भी बाकी है. എൻ്റെ മുന്ന മാരകം. അയ്യോ അടിപൊളി. അങ്ങനെ പറക്കാതെ നമ്മൾ പറന്നു. ഒരു എയർപ്ലെയിന് കിട്ടുന്ന വ്യൂ തന്നെയാണ് കേട്ടോ. ശരിയാണ്. പോലീസ് വയർലെസ് സ്റ്റേഷൻ, ഇലവിഴാപ്പൂഞ്ചിറ, കോട്ടയം. എടാ ആ കമ്പി നോക്കട്ടാ. എനിക്കറിയാൻ പാടില്ല കമ്പി അടിക്കണമാണോ ഇല്ലേന്ന്. വള്ളിയാണോ ഉറപ്പാണോ? പോസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചതാണ്. സ്ട്രീറ്റ് ആയിട്ടുണ്ടതമ്മ. ഇത്രയുള്ള ഭൂമി. അടിപൊളി. കാറ്റാടി വീണെടുക്കണ. ഏത് വെള്ളം? ഈ വലുതാ? ഈ കാഴ്ച വിസ്മയം, ഇതിൻ്റെ അനുഭവം ക്യാമറയിൽ ഫിറ്റാവില്ല. നേരിട്ട് തന്നെ വന്ന് കണ്ടോട്ടാ. പക്ഷേ നല്ലത് റോഡ് പണി കണ്ടു വരുന്നതാണ്, അല്ലെങ്കിൽ തെണ്ടി പോവും. ഇല്ലിക്കലിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയാണിത്. അടി കിട്ടോ? ഷൂവിൻ്റെയും ബൈക്കിൻ്റെയും പരസ്യം. എന്താണ് എല്ലാം കുട്ടി കുട്ടി ദ്വീപായിട്ടിരിക്കുകയാണ്. അതാ ഇവിടുന്ന് പാളം നോക്കുമ്പോഴല്ലേ ഇറുക്കിക്കോളിന്റെ എത്രയാണ്. വീഡിയോ ഗെയിം പോലെ ഉണ്ട്. ബേസിക്കലി വരുമ്പോൾ അത് ഒരാളെ 2 പേരാണ് പോലും അറിയിട്ട് ഓക്കെ. ഇനി നമ്മൾ അടുത്തത് പോണത് മലങ്കര ഡാമിലോട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം നമുക്ക്. ഇതാണ് സംഭവം, മലങ്കര ഡാം. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് മലങ്കര ഡാമാണ്. ഓ പെശക്
നമ്മ അവിടെ നിന്ന് മലയുടെ മുഖത്ത് നിന്ന് മലങ്കര ഡാം പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എന്താ ഇവിടെ ഈ വഴി കയറാൻ പാടുള്ളതാണോ? അപ്പുറത്തെ വഴിയാണോ? അപ്പോൾ അപ്പുറത്തെ വഴി ആയിക്കോളൂ, കയറും. നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഈ സെക്കൻഡ് ഗേറ്റിൽ കൂടിയാണ് പോകാനായിട്ട്. ഈ കാണുന്ന ഗേറ്റിൽ കൂടിയാണ് നമുക്കിനി പോകാൻ നോക്കേണ്ടത്. മലങ്കര ഡാം ലെഫ്റ്റ്. ആ, ഒരാൾക്ക് അഡൽട്ട് പാസ് രണ്ടെണ്ണം, ബൈക്ക് പാർക്കിംഗ് ഒരെണ്ണം. 45 രൂപ അല്ലേ? ഇവിടെ നിരോധിച്ചിരിക്കാനുള്ള മൊബൈൽ ക്യാമറകളും കർശനം നിരോധിച്ചിരിക്കുന്നു. അടിപൊളി. ഫോട്ടോ, വീഡിയോ, മൊബൈൽ ക്യാമറകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എക്സൈസ് എഞ്ചിനീയർ.